ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം അറിയിക്കട്ടെ. പുതിയ ദിനത്തിൻ്റെ പ്രഭാതത്തിൽ ആവർത്തന പുസ്തകം 11-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം നമ്മുടെ ധ്യാനത്തിന് തിരഞ്ഞെടുത്തിരിക്കുന്നു. ആവർത്തനം 11:1. ആകയാൽ നിന്റെ ദൈവമായ യഹോവയെ നീ സ്നേഹിച്ച് അവൻ്റെ പ്രമാണവും ചട്ടങ്ങളും വിധികളും കൽപ്പനകളും എല്ലായ്പ്പോഴും പ്രമാണിക്കണം. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സ്നേഹത്തോടെ ദൈവത്തെ അനുസരിക്കണം എന്നതിനെക്കുറിച്ച് കഴിഞ്ഞ ചിന്തയിൽ നമ്മൾ പങ്കുവച്ചു. അപ്പോൾ അനുസരിക്കുന്നതിന് 3 കാര്യങ്ങൾ അത്യന്താപേക്ഷിതമാണ്. ഒന്ന്, സ്നേഹം വേണം. ദൈവത്തെ സ്നേഹിക്കാതെ അനുസരിക്കാൻ കഴിയുന്നതല്ല. 2, അനുസരണത്തിൻ്റെ ഒരു ആത്മാവ് ആവശ്യമാണ്. ദൈവത്തിൽ നിന്ന് അകന്ന് നിൽക്കുന്നത് മറുതലിപ്പിൻ്റെ ആത്മാവാണ്. അനുസരിക്കണമെന്നുണ്ടെങ്കിൽ അനുസരണത്തിൻ്റെ ആത്മാവ് വേണം. 3, ദൈവവചനം നമ്മോട് ഏറ്റവും അടുത്തിരിക്കണം. നമ്മുടെ കയ്യിൽ അത് കെട്ടിയിരിക്കണം. ഇസ്രായേൽ മക്കളോട് പറഞ്ഞതുപോലെ തന്നെ നെറ്റിയിൽ പട്ടമായിരിക്കണം. ഭവനത്തിൽ കട്ടിളക്കാലിന്മേലും കുറുമ്പടിമേലും അത് എഴുതണം. എന്ന് പറഞ്ഞാൽ ദൈവവചനം നമുക്ക് എപ്പോഴും സമീപമായിരിക്കണം. എന്തിനാണ് ഇത്രയധികം സുവിശേഷ യോഗങ്ങളൊക്കെ നടത്തുന്നത് എന്ന് ചിലർ ചോദിക്കാറുണ്ട്. ദൈവവചനം കേൾക്കുന്നതും ദേശത്ത് വിതറുന്നതും വ്യാപിക്കുന്നതും അനുഗ്രഹമാണ്. ഇത് എവിടെ വിതറിയാലും തക്ക കാലത്ത് ഫലം കായ്ക്കും. പ്രസംഗത്തിൻ്റെ ഭോഷത്വത്താൽ ജനത്തെ രക്ഷിപ്പാൻ ദൈവത്തിന് പ്രസാദമാണ്. ദൈവവചനം നമുക്ക് സമീപം ആയിരിക്കേണ്ടത് ആവശ്യമാണ്. എങ്ങനെയാണ് ഈ 4 കാര്യങ്ങൾ അല്ലെങ്കിൽ മേൽപ്പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന ആ ഒരു രീതി എങ്ങനെ അനുസരിക്കണം എന്നതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ, ഒന്ന്, പരിപൂർണമായിട്ട് അനുസരിക്കണം. അതാണ് 1-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചത്. അവൻ്റെ പ്രമാണവും ചട്ടങ്ങളും വിധികളും കൽപ്പനകളും എല്ലായ്പ്പോഴും പ്രമാണിക്കണം. വല്ലപ്പോഴുമല്ല, എല്ലായ്പ്പോഴും എല്ലാ വിധത്തിലും അനുസരിക്കണം. ഏതെങ്കിലും ഒരു പ്രത്യേക സ്ഥലത്ത് നടക്കുന്ന ധ്യാനയോഗമോ മറ്റ് ഏതെങ്കിലും സുവിശേഷ പ്രവർത്തനങ്ങളോ കഴിയുമ്പോൾ പെട്ടെന്നൊരു തീരുമാനമെടുത്ത് പോകുന്നതല്ല. ജീവിതത്തിൻ്റെ എല്ലാ വഴികളിലും നമ്മൾ അനുസരിക്കേണ്ടത് ആവശ്യമാണ്. പലപ്പോഴും നമ്മുടെ തോൽവിക്ക് കാരണം ഭാഗികമായ അനുസരണമാണ്. നമ്മുടെ സൗകര്യം അനുസരിച്ചാണ് പലപ്പോഴും നാം ദൈവത്തെയും ദൈവവചനത്തെയും അനുസരിക്കാറുള്ളത്. എന്നാൽ കർത്താവ് നമ്മോട് പറഞ്ഞിട്ടുള്ളതിൽ ചിലത് അനുസരിക്കാൻ എളുപ്പമാണ്. അത് നമ്മൾ അനുസരിക്കും. എന്നാൽ എല്ലായിടത്തും അനുസരിച്ചിട്ടില്ല, എല്ലായ്പ്പോഴും അനുസരിച്ചിട്ടില്ല. അനുസരണം ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും അത്യന്താപേക്ഷിതമാണ്. എല്ലാം അനുസരിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്നതാണ് ഈ വേദഭാഗത്തിൻ്റെ പശ്ചാത്തലത്തിൽ വിലയിരുത്തപ്പെടേണ്ടത്. ഭാഗികമായ അനുസരണക്കേടാണ്. കർത്താവ് നമ്മളോട് കൽപ്പിച്ചിട്ടുള്ളത്, അവൻ നമ്മുടെ ഹൃദയത്തോട് പറഞ്ഞിട്ടുള്ളത്, ജീവിതത്തിൽ ക്രമീകരിക്കാൻ പറഞ്ഞത് നാം അനുസരിച്ചിട്ടുണ്ടോ എന്നതാണ്. അനുഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട്, സമൃദ്ധിയായി അനുഗ്രഹിക്കുന്ന, നിറയ്ക്കുന്ന ഒരു ദൈവമുണ്ട്. എന്നാൽ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും എല്ലാറ്റിലും നമ്മൾ ദൈവത്തെ അനുസരിക്കണം. ശമൂവേൽ പ്രവാചകന്റെ 1-ാം പുസ്തകത്തിൽ ശൗൽ രാജാവിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. 15-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ അനുസരണക്കേടിന് ശൗൽ രാജാവ് നല്ലൊരു ഉദാഹരണമായിട്ട് തന്നെ കാണുന്നു. അമാലേക്യരുമായി യുദ്ധത്തിന് പോയപ്പോൾ ദൈവം ശൗലിനോട് പറഞ്ഞു, നീ ചെന്ന് അമാലേക്യരെ തോൽപ്പിച്ച് അവർക്കുള്ളതൊക്കെയും നിർമൂലമാക്കി കളക. അവരോട് കനിവ് തോന്നരുത്. പുരുഷന്മാരെയും സ്ത്രീകളെയും കുട്ടികളെയും മുല കുടിക്കുന്നവരെയും കാള, ആട്, ഒട്ടകം, കഴുത എന്നിവയെയും സംഹരിച്ച് കളക. ശമൂവേൽ പ്രവാചകന്റെ 1-ാം പുസ്തകം 15-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യമാണിത്. രാജാവ് അങ്ങനെ യുദ്ധത്തിന് പോയി.
എന്നാൽ ദൈവം ജയം കൊടുത്തപ്പോൾ കന്നുകാലികളിൽ മേത്തരമായതിനെയും ആഗാഗ് എന്ന രാജാവിനെയും ജീവനോടെ ശേഷിപ്പിച്ചു. ശമൂവേൽ പ്രവാചകൻ ശൗലുമായി ഏറ്റുമുട്ടി, നിന്നെ അയച്ചതനുസരിക്കാനാണ്. ഞാൻ കേൾക്കുന്ന ആടുമാടുകളുടെ ശബ്ദം എന്താണ്? അപ്പോൾ ശൗൽ രാജാവ് പറഞ്ഞു, യഹോവയ്ക്ക് ഈ യാഗം കഴിപ്പാൻ ജനം കൊണ്ടുവന്നതാകുന്നു. ദൈവം നശിപ്പിക്കുക എന്ന് കൽപ്പിച്ചു. രാജാവ് ഭാഗികമായി അനുസരിച്ചു. മോശമായതിനെയെല്ലാം കൊന്നു, നല്ലതിനെയൊക്കെ ജീവനോടെ ശേഷിപ്പിച്ചു. ആധുനിക വിശ്വാസിയുടെ അനുസരണം ഇതിനോട് സമമാണ്. പല കാര്യങ്ങളിലും നമ്മൾ അനുസരിച്ചു എങ്കിലും ചില കാര്യങ്ങൾ അങ്ങനെ തന്നെ വച്ചിരിക്കുന്നു. അതുകൊണ്ട് കലവറ കൂടാതെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട്, നമ്മുടെ വഴിയെ വിശാലമാക്കുന്ന ഒരു ദൈവമുണ്ട്, ഇടുക്കത്തിന് മാറ്റം വരുത്തുന്ന ഒരു ദൈവമുണ്ട്, ജീവിതത്തിൽ സംതൃപ്തി തരുന്ന ഒരു ദൈവമുണ്ട്. ഇതിനെ നമ്മൾ അനുസരിക്കണം എന്നത് ആവശ്യമാണ്. ഇതെല്ലാം അനുസരണത്തിൻ്റെ അനന്തരഫലമാണ്. അനുസരിച്ചാൽ അനുഗ്രഹമാണ്. കർത്താവുമായുള്ള ബന്ധത്തിൽ വചനം കേൾക്കുകയും സന്തോഷിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ അനുസരിച്ചിട്ടുണ്ടോ എന്നതാണ് ചോദ്യം. യേശു പറഞ്ഞു, എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്ന ഏവനുമല്ല എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനാണ് എനിക്കുള്ളവൻ. നമുക്ക് നിലവിളിക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെ കഴിയും. എന്നാൽ അതിനേക്കാളൊക്കെ ഉപരിയായി പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവരെയാണ് കർത്താവിന് ആവശ്യം. നാളുകളായി ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നത്, ഇന്നും അനുസരിക്കാൻ കഴിയാതെ നമ്മൾ മാറ്റിവെച്ചിട്ടുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് ഹൃദ്യമായി പറയുന്നു, അനുസരിച്ചാൽ മാത്രമാണ് അനുഗ്രഹം. അനുസരണക്കേട് ശാപത്തിലേക്ക് നയിക്കും. രണ്ടാമത്തെ ഒരു കാര്യം സന്തോഷത്തോടുകൂടി അനുസരിക്കണം എന്നതാണ്. ഒന്നാമത് നമ്മൾ പറഞ്ഞത് പരിപൂർണമായിട്ട് അനുസരിക്കണം. രണ്ട്, സന്തോഷത്തോടു കൂടി അനുസരിക്കണം. പൂർണ്ണമായി അനുസരിക്കുക മാത്രമല്ല, സന്തോഷത്തോടു കൂടെ അനുസരിക്കുക. പലപ്പോഴും നമുക്കതിന് കഴിയുന്നില്ല. അനുഗ്രഹിക്കുന്ന, രോഗം മാറ്റുന്ന കർത്താവിനെ കുറിച്ചൊക്കെ പറയാമെങ്കിൽ നമുക്ക് കേൾക്കാൻ വലിയ സന്തോഷമാണ്, അതൊരു സുഖമാണ്. എന്നാൽ കർത്താവ് പറയുന്നതൊക്കെ അനുസരിക്കണമെന്നത് അല്പം പ്രയാസം. ജീവിതത്തിൽ ചിലതൊക്കെ ക്രമീകരിക്കണം, ഉപേക്ഷിക്കേണ്ടതൊക്കെ ഉപേക്ഷിക്കണം എന്ന് പറഞ്ഞാൽ പ്രയാസമാണ്. കാരണം അത് അല്പം പെയിൻഫുള്ളാണ്, ചിലവുള്ളതാണ്. ഇതൊക്കെ ഞാൻ കേട്ടു, വായിച്ചു, അതുകൊണ്ട് ഇനിയും അനുസരിച്ചേക്കാം എന്ന തരത്തിലുള്ള അനുസരണമല്ല. സന്തോഷത്തോടെ ദൈവത്തെയും ദൈവവചനത്തെയും അനുസരിക്കുക. അതുകൊണ്ട് പുതിയ ദിവസത്തിൻ്റെ പ്രഭാതം ദൈവം നമുക്ക് നൽകിയിരിക്കുന്നു. കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിപ്പാനും അനുസരിപ്പാനും, സന്തോഷത്തോടുകൂടെ സ്നേഹിപ്പാനും അനുസരിക്കാനും, അങ്ങനെ കലവറ കൂടാത്ത അനുഗ്രഹത്തിലേക്ക് പ്രവേശിപ്പാനും നമുക്ക് സാധിക്കട്ടെ. നമ്മുടെ ആവശ്യങ്ങളെല്ലാം ദൈവസന്നിധിയിൽ ഏറ്റുപറയാം. ദൈവവചനത്തിന് മുൻപാകെ നമ്മളെ തന്നെ സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ വാഴ്ത്തപ്പെട്ട ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ മറ്റൊരു പ്രഭാതം കൂടെ ഞങ്ങൾക്ക് ദാനമായി നൽകിയതോർത്ത് സ്തോത്രം. രാത്രിയിൽ ലഭിച്ച നിദ്രയ്ക്കായും വിശ്രമത്തിനായും സ്തോത്രം. ജീവനുള്ളവരുടെ ദേശത്തേക്ക് പ്രവേശിപ്പാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ചുവല്ലോ. ഇന്നത്തെ പകൽക്കാല ജീവിതത്തിൽ പരിപൂർണമായ അനുസരണത്തോടുകൂടെയും സന്തോഷത്തോടുകൂടി അനുസരണത്തോടെയും ദൈവം മുൻപാകെ ഏറ്റവും വിധേയത്വത്തിൽ ജീവിപ്പാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ. കർത്താവെ, ദൈവത്തിൻ്റെ വചനം ഞങ്ങളുടെ ഉള്ളിൽ ക്രിയ ചെയ്യണമേ. പ്രഭാതം മുതൽ പ്രദോഷം വരെയും ചെറുതും വലുതുമായ ആവശ്യങ്ങളിലും യാത്രകളിലുമൊക്കെ കൂടെയിരിക്കണം. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിവാഹ വാർഷികം ആഘോഷിക്കുന്നവരെ ഏൽപ്പിക്കുന്നു. കർത്താവെ, അനുഗ്രഹത്തിൻ്റെയും നന്മയുടെയും സന്തോഷത്തിൻ്റെയും പരിപൂർണതയുടെയും നാളുകൾ എല്ലാവർക്കും പകരണമേ. ആവശ്യങ്ങളെയൊക്കെ അവിടുന്ന് അറിയണമേ. കർത്താവിൻ്റെ സന്നിധിയിൽ ഏറെ അനുസരണമുള്ള ഒരു പകൽക്കാലം ഞങ്ങൾക്കെല്ലാവർക്കും നൽകണം. യേശു മശിഹ മൂലം പ്രാർത്ഥന കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ.
സകല ബുദ്ധിയെയും കവിയുന്ന ദൈവത്തിൻ്റെ സമാധാനവും കൃപയും അനുഗ്രഹവും നാം എല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.